ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. സാമ്പാർ പൊടി അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ടേബിൾ സ്പൂണും അതുപോലെ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ മുളക് 1.25 കപ്പാണ് എടുക്കുന്നത്. 1.25 കപ്പിൽ 1 കപ്പ് സാധാരണ എരിവുള്ള മുളകും 1/4 കപ്പ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു വലിപ്പമുള്ളൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മുളക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ 1.25 കപ്പ് മല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളകും മല്ലിയും ഒരേ സെയിം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനി പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും സെയിം ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് 2 ടേബിൾ സ്പൂണ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡിയായിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അടുത്തത് 2 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാക്കി ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കരിവേപ്പിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിനായിട്ടാണ് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞു വരുന്ന പരുവാകുമ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായം പൊടി ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫ്ലേവർ കട്ട കായം ചേർക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കായം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. കായോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചധികം ദിവസം ഇരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ അത് സൂക്ഷിച്ചാൽ മതിയാകും. കൈ കൊണ്ടൊന്നും തൊടാതെ, എന്നാൽ ഈർപ്പമുള്ള സ്പൂണൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നല്ലോണം നമുക്ക് കുറച്ച് ഇരിക്കുന്നിടത്തോളം കാലം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. സാമ്പാർ പൊടി നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്രയൊക്കെ ആയാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പാക്കറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിനാണ്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളിയൊരു സാമ്പാർ പൊടിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.